ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖല്ലേ? അങ്ങനെ ഇന്ന് നമ്മൾ പാർട്ട് 4 വരികയാണ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് അവള് സ്കൂളിൽ പോവാൻ തുടങ്ങി. സ്കൂളിൽ പോയതിന് ശേഷം അവൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയാൻ ഉള്ളതിലാണ് നമ്മൾ ഇന്നലെ നിർത്തി വെച്ചത്. അപ്പം അതിൻ്റെ ബാക്കി അവൾ സ്കൂളിൽ പോയതിന് ശേഷം അവൾക്ക് നേരിടേണ്ടി വന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് പാർട്ട് 4 പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, പാർട്ട് 3ഉം 2ഉം 1ഉം കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 4 കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു മുമ്പ് വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓളൊന്ന് കൊടുക്കുക. മാക്സിമം വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാട്ടോ. അങ്ങനെ അവൾ ആഗ്രഹം പോലെ അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. 3ാം ക്ലാസ് പോവാതെ തന്നെ അവൾ 4ാം ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങി. പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഫ്രണ്ട്സൊന്നും അങ്ങനെയല്ല. അവളോട് ആദ്യം ഉണ്ടായ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അകൽച്ച കാണിക്കാൻ തുടങ്ങി. പിന്നെ അവളോട് ആരും തന്നെ മിണ്ടുന്നില്ല, കൂട്ടുകൂടുന്നില്ല, ഒന്നുമില്ല. എല്ലാവരും അവളെ ഒരു അകറ്റി നിർത്തുന്ന രീതിയിലായിരുന്നു. അങ്ങനെ അവരോട് മിണ്ടാൻ പോയാൽ തന്നെ അവര് അവളെ അടുത്ത് നിന്ന് തന്നെ ഇങ്ങനെ പിന്മാറും. നീ ഞങ്ങളോട് കൂട്ടുകൂടണ്ട, നീ ഞങ്ങളെപ്പരം നിൽക്കണ്ട, നീ ഞങ്ങളെപ്പരം നടന്നാൽ തന്നെ നിന്നെ പോലായി പോവും ഞങ്ങൾ, അങ്ങനെ രീതിയിലുള്ള സംസാരങ്ങൾ അവളെ കൂട്ടുകാരികളെ ഇടയിൽ വന്നു. അതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. ഇനി മുതൽ നീ ഞങ്ങളെ കൂട്ടുകൂടണ്ട, നീ കൂട്ടുകൂടിയാൽ തന്നെ നിന്നെപ്പോലെ ഞങ്ങളും വീൽചെയറിലായി പോവും, നിന്നെപ്പോലെ ഞങ്ങളും ഇങ്ങനത്തെ ആയിപ്പോവും, ഞങ്ങൾക്കും അതേ അസുഖം വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ മാനസികമായി തളർത്താൻ തുടങ്ങി. അതുവരെ 3ാം ക്ലാസ് വരെ നല്ലോണം കട്ടക്ക് നിന്ന കൂട്ടുകാരികൾ പോലും അവളോട് അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് അത് മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ അവളെ ഉമ്മയും അവളെ കൂടെ തന്നെ അവൾ പോകുന്ന സമയത്ത് രാവിലെ മുതൽ സ്കൂൾ വിടുന്ന വരെ വൈകുന്നേരം വരെ സ്കൂളിൽ തന്നെ ഇരിക്കും. അപ്പോൾ അവൾക്കിങ്ങനെ സങ്കടം വന്ന് മാനസികമായി അവൾ തളർന്നു പോവും. പിന്നെ ടെൻഷനാവും. അത് കാരണം അവൾ തല കറങ്ങി വെക്കും. അങ്ങനെ അവൾ സ്കൂളിൽ പോയാൽ തന്നെ 1-2 പീരീഡ് മാത്രം സ്കൂളിൽ ഇരിക്കലുള്ളൂ. കാരണം ഇങ്ങനെ വാക്കുകളൊക്കെ കേൾക്കുന്ന കാരണം കൊണ്ട് അവൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി തന്നെ അവൾക്ക് ക്ലാസ്സിൽ നല്ലോണം ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവള് തീരെ വയ്യാണ്ടാവും, സുഖമില്ലാണ്ടാവും. അങ്ങനെ ടീച്ചേഴ്സ് ഉമ്മാനെ അറിയിക്കും, അവളെ ഉമ്മാനെ അറിയിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ പോവും. പിന്നെ അവൾ ഓക്കെ ആവും. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരും. പിന്നെ പിറ്റേന്നും അവള് സ്കൂളിൽ പോവും. അവിടുന്ന് ഇങ്ങനെ പിന്നെയും ഇങ്ങനെ കേൾക്കും. പിന്നെ അവള് പകുതി ക്ലാസ് നിർത്തി പിന്നെ വീട്ടിലേക്ക് പോവും, ഹോസ്പിറ്റലിൽ പോവും. അങ്ങനെ അവളെ പഠനം സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ് വരെ അവള് ഇതേ സാഹചര്യത്തിൽ തന്നെ അവള് മുന്നോട്ട് പോയി. കൂട്ടുകാരികളെ കുറ്റപ്പെടുത്തലും പിന്നെ കളിയാക്കലും എന്താ പറയാ, ഒരു നമ്മളെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള പല വാക്കുകളും അവളെ കൂട്ടുകാരികളിൽ നിന്ന് തന്നെ അവൾക്ക് കേൾക്കാൻ തുടങ്ങി. പിന്നെ സപ്പോർട്ടിനെന്ന് അറിയാൻ സാർമാർ പോലും അവൾക്ക് അങ്ങനെ സപ്പോർട്ടില്ല. പിന്നെ അവൾക്ക് പെട്ടെന്ന് വന്നൊരു അപകടം കാരണം തന്നെ അവൾക്ക് മലയാള അക്ഷരങ്ങളും അതുപോലെ തന്നെ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. ആ പേരും പറഞ്ഞുള്ള കളിയാക്കലും ഇതൊക്കെ അവൾക്ക് അക്ഷരങ്ങൾ മറന്നുപോയി, വായിക്കാനുള്ള ആ ഒരിത് കിട്ടുന്നില്ല. അവൾക്ക് വായിക്കാൻ അറിയാണ്ടായിപ്പോയി. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും അറബിക്കായാലും അങ്ങനെ എല്ലാ വിഷയത്തിലും അവൾക്ക് ഒരു മറവി വന്ന് അക്ഷരങ്ങൾ കിട്ടുന്നില്ല, വായിക്കാൻ കിട്ടുന്നില്ല, എഴുതാൻ കിട്ടുന്നില്ല. പരീക്ഷയ്ക്ക് തന്നെ ഫുൾ മാർക്ക് കുറവ്, ഫുൾ എല്ലാത്തിലും ഫെയില്. അങ്ങനെ
അവൾ പോയി. അതിൻ്റെ പേരിലും കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുള്ള ആ ഒരു കളിയാക്കലും കുറ്റപ്പെടുത്തലുകളൊക്കെ അവൾ നേരിട്ടു. പിന്നെ അവൾ തളർന്നില്ല. അവള് സ്കൂൾ തന്നെ പിന്നെയും പോണെന്നുള്ള വാശിയിൽ തന്നെ നിന്നു. പിന്നെ സ്കൂൾ പോകുന്നല്ലാണ്ട് കൂടുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാല് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ അവള് ഫുള്ളും വൈകുന്നേരം, രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ ഇരിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ അവൾക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ വന്ന് ഉമ്മാനെ വിളിച്ച് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോവും, പിന്നെ വീട്ടിലേക്ക് പോവലാണ്. അപ്പം അങ്ങനെ സ്കൂൾ പോയതിനു ശേഷം അവൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ, 7ാം ക്ലാസ് വരെ ഉണ്ടായ അനുഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ അവൾ ഹൈസ്കൂളിലേക്ക് എത്തി, 8ാം ക്ലാസ്സിലേക്ക് എത്തി. അവിടുന്ന് മുതലാണ് അവൾ സ്കൂൾ ലൈഫ് എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സ്റ്റോറി ആയിട്ട് പാർട്ട് 5 ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത കഥ പറയാൻ പോകുന്നത് അവൾ ഹൈസ്കൂൾ എത്തിയതിനു ശേഷം അവളെ ജീവിതം എങ്ങനെയാണ് അവൾ സ്കൂൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയതെന്ന് നമ്മൾ പാർട്ട് 5 അറിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ട് 4. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.